Hi dears, നമസ്കാരം. വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പൊറോട്ടയും ആ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചന മസാല കറിയുമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചന മസാലയല്ല, ഒരു വ്യത്യസ്ത രുചിയിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഈ പൊറോട്ടയുടെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനുമാണ് ഈ ചന മസാല. ഇതിപ്പോൾ ഞാൻ പൊറോട്ട ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടപ്പം നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കിയ പൊറോട്ടയുടെ അവസ്ഥ കണ്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയിലും വളരെ സൂപ്പറായിട്ടുള്ള ഒരു പൊറോട്ടയാണ് ഇത്. ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. കണ്ടോ, ഇതുപോലെ കീറി നമുക്ക് ഓരോ ലെയറും കീറി എടുക്കാം. അപ്പോൾ നല്ലൊരു ചന മസാലയാണ്, അതിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. പിന്നെ പൊറോട്ട ആകുമ്പോൾ നമ്മൾ മൈദയിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മൈദയിലാണ് ഈ പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവിലും ട്രൈ ചെയ്യാം. പിന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് തോന്നിയാൽ ഗോതമ്പ് മാവ് തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇതുപോലെ മൈദയിൽ വളരെ രുചികരമായ പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാവ് കുഴക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഈ 2 കപ്പ് മൈദ കൊണ്ട് എനിക്ക് 6 പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ 2 കപ്പ് മൈദ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ഡാൽഡ അതുപോലെയുള്ളതൊക്കെ ഉപയോഗിച്ചാൽ കുറച്ച് സ്റ്റിഫാവും തണുത്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിൽ നല്ലത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ചപ്പാത്തി മാവിൻ്റെ അയവിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചാൽ വളരെ നല്ല മാർദ്ദവമുള്ള പൊറോട്ട നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ കൺസിസ്റ്റൻസിയാണ്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് കടല കറി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ, ഈ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. അത് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വലിയ ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്, അത് വലുതാക്കി നുറുക്കി അതിനകത്തേക്ക് ചേർക്കുക. പിന്നെ ഒരു 4 വെളുത്തുള്ളിയും കൂടി ഒന്ന് മുറിച്ച് അതിനകത്തേക്ക് ചേർക്കുക, എണ്ണയ്ക്കകത്തേക്ക് ചേർക്കുക. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക്, 2 വേണമെങ്കിൽ 2 ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ 1 മാത്രമേ നെടുവേ പിളർന്ന് ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സവാളയാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തത്, സവാള പോലെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. വലിയ ഒരു തക്കാളി മതിയാവും. മീഡിയം തക്കാളി ആണെങ്കിൽ 2 ചേർക്കുക. തക്കാളി കൂടുതൽ ചേർക്കുന്നത് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കും. ഞാനിവിടെ ഒരു വലിയ തക്കാളിയെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും സവാള എല്ലാം നന്നായിട്ട് ഒന്ന് ഹാഫ് കുക്ക് ആവുന്നത് വരെ കുക്ക് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക.
പിന്നെ 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. നിങ്ങൾക്ക് എരിവ് ചിലർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ടിത് പച്ചമണമൊക്കെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 5-10 വേപ്പില, പച്ചവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ടത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക തണുത്തതിന് ശേഷം. ഇപ്പോൾ ഞാൻ ഇവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വേപ്പില കൂടുതൽ ചേർക്കണം. വേപ്പില മറ്റേത് നമുക്ക് അരക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേപ്പില ചേർത്തത്. ഇതിൽ കുറച്ച് ആവശ്യം പോലെ കുറച്ച് കൂടുതൽ വേപ്പില ചേർത്ത് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ഗോൾഡൻ കളറായി കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. സവാള, തക്കാളി എല്ലാം കൂടി നമ്മൾ അരച്ചില്ലേ, അത് തണുത്തതിന് ശേഷം ഞാൻ അരച്ചതാണ് കേട്ടോ ഇത്. കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് തിക്കായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഈ അരപ്പൊക്കെ നന്നായിട്ട് കുക്കാവണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജാറൊന്ന് കഴുകി ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്യുക. ഒരു 4 മിനിറ്റൊക്കെ കുക്ക് ചെയ്താലേ അതുപോലെ ആയി കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 200 ഗ്രാം വെള്ളക്കടലയാണ് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചാൽ ആ വെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അരപ്പിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് അരപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് കഴിയുമ്പോഴേക്കും പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കടലയുടെ വെള്ളം തന്നെയാണ് ചേർത്തത്. ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം കടല ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് അഴുത്തതിന് ശേഷം തിളച്ച് തുടങ്ങുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കവർ ചെയ്ത് ഈ കടലയിൽ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കുന്നത് വരെ കവർ ചെയ്ത് കുക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് നീട്ടിയെടുക്കാവുന്നതാണ്. പൊറോട്ട കഴിക്കുമ്പോൾ ചിലർക്ക് നല്ല ഗ്രേവി വേണം, അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി നീട്ടിയെടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാനിത് കടലയിൽ പുരണ്ടിരിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കടലയിൽ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കോളം കുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കറി കാണാൻ തന്നെ നല്ലൊരു അട്രാക്ഷൻ അല്ലേ. കടലക്കറിയും പൊറോട്ടയും ചന മസാല കറിയാണ് കേട്ടോ ഇത് തന്നെ സാധാരണ കടലയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ സ്പെഷ്യൽ കടലക്കറിയാണിത്. ചന മസാല കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട റെഡിയാക്കിയെടുക്കാം. മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കടലക്കറി റെഡിയാക്കി. ഇനി ഈ മാവൊന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കുക. അതായത് പൂരിയുടെ ഉണ്ടാക്കുന്നതിലും വളരെ ചെറുതായിട്ട് വേണം ബോൾസാക്കി എടുക്കാൻ. അതായത് ഈ ഹാഫ് മാവ് കൊണ്ട് 9 ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 ബോൾസാണ് ഒരു
പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം ഞാനിവിടെ ആ പകുതി മാവ് കൊണ്ട് 9 ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ചപ്പാത്തി മാവിനേലും കുറച്ചേ ക്വാണ്ടിറ്റിയെ കാണുള്ളൂ കേട്ടോ. ഇത് നമ്മൾ എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. അല്ലാതെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് അടിച്ച് പരത്തൊന്നുമല്ല. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ പരത്തിയെടുക്കുക. ഞാൻ ചപ്പാത്തി പലകയിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. എനിക്ക് കൗണ്ടർ ടോപ്പിലിട്ട് പരത്താനൊന്നും അത്ര ശീലമില്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി പലകയിൽ തന്നെയാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് മാവ് തൂവിയിട്ട് ഓരോ ബോൾസും എടുത്തിട്ട് പരത്തിയെടുക്കുക. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ പൊറോട്ടക്കാർ വീശി അടിച്ചുണ്ടാക്കുന്ന അത്രയും നേരിയതായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ സാധിക്കും. കുറച്ച് മാവ് കൂടുതൽ പരത്തിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഓരോ ഉരുള എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഉരുള ഒന്ന് നന്നായിട്ട് ഉരുട്ടി ഷേപ്പ് വരുത്തിയതിന് ശേഷം ഒന്ന് കൈവെള്ളയിൽ വെച്ച് പരത്തുക. എന്നിട്ട് ഈ മാവുമായിട്ടൊന്ന് റബ് ചെയ്യുക. അപ്പുറവും ഇപ്പുറവും 2 സൈഡും മാവ് പറ്റിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ തന്നെ പരത്തുക. പക്ഷേ വളരെ നേർമയായിട്ട് പരത്തണമെന്ന് മാത്രം. കാരണം നമ്മൾ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചപ്പാത്തിയല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ തിന്നായിട്ട് നല്ല പേപ്പർ പോലെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. വളരെ സ്ലോലി ഇതുപോലെ പരത്തിയാൽ വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാവ് തൂവി കൊടുക്കാം. അപ്പോൾ ഒരു സാധാരണ ഒരു ചപ്പാത്തിയുടെ വലിപ്പം ആവുന്നത് വരെ ഈ ഒരു ചെറിയ പൂരിയുടെ പൊടി കൊണ്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് വീശി അടിച്ചുണ്ടാക്കുന്ന പൊറോട്ട മാവിൻ്റെ അത്രയും നേരിയതായിട്ട്, ഏകദേശം അത്രയും നേരിയതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരെണ്ണം ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം, ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും അല്ലെങ്കിൽ ബട്ടർ പേപ്പർ നിരത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നിരത്തി വയ്ക്കാവുന്നതാണ്. അതിൻ്റെ പുറത്തായിട്ട് ഇടരുത്. കാരണം മാവ് ഇരിക്കും തോറും ലൂസാവും. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ നേർമയായിട്ട് കണ്ടു, നിങ്ങൾക്ക് കാണാമല്ലോ, വളരെ നേർമയായിട്ടാണ് പരത്തിയെടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് 2 എണ്ണവും കൂടി പരത്തിയെടുക്കാം. 3 എണ്ണം ആയി കഴിയുമ്പോഴേക്കും നമ്മൾ പൊറോട്ടയുടെ ഉണ്ടാക്കാനുള്ളത് റെഡിയാക്കി എടുക്കണം. അതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ചപ്പാത്തിയും പരത്തി അടുക്കിയായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇത് പൊറോട്ടയ്ക്ക് വേണ്ടി റെഡിയാക്കാൻ പോകുമ്പോഴും എല്ലാം കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും രണ്ടാമത് അതെടുത്ത് പരത്തേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിത് പൊറോട്ടയുടെ ഇത് റെഡിയാക്കി എടുക്കാം. പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ചപ്പാത്തി പലകയിൽ വെച്ചിട്ടുണ്ട്. ഒരു ചപ്പാത്തി നമ്മൾ പരത്തിയത് അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ ചേർക്കാൻ ആരും മടി കാണിക്കരുത്, കാരണം പിശുക്ക് കാണിക്കരുത്. കാരണം വളരെ ടേസ്റ്റോടുകൂടി കഴിക്കണമെങ്കിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് വേറൊരു ചപ്പാത്തി എടുത്ത് വയ്ക്കുക. വളരെ സൂക്ഷ്മതയോടുകൂടി വെക്കണം, ചുളുങ്ങി പോകരുത്. കുറച്ചൊക്കെ ചുളുങ്ങിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും എണ്ണ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വളരെ സോഫ്റ്റായിട്ടിരിക്കും. മറ്റെണ്ണ ഉപയോഗിക്കുന്നതിലും കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് നന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് വേറെ ഒരു ചപ്പാത്തിയും കൂടി എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തും നമ്മൾ ഇതുപോലെ തന്നെ എണ്ണ തടവണം. കണ്ടോ, വളരെ സോഫ്റ്റായിട്ടാണ് ചപ്പാത്തി ഇരിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടോ, ഇത് നല്ല കണ്ണാടിക്കൂട് പോലെയാണ് ഇരിക്കുന്നത്, പ്ലാസ്റ്റിക് പോലെ. അപ്പോൾ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുക. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാവ് കറക്റ്റായിട്ട് നമ്മൾ തേച്ച് കൂട്ടി എടുത്താൽ
വളരെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാം. കുറച്ച് മാവ് കൂടുതൽ തടവിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ചപ്പാത്തിയുടെ പുറത്ത് നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുക. എണ്ണ നന്നായിട്ട് ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ കൈകൊണ്ടോ നന്നായിട്ട് തടവി കൊടുക്കുക. കൈകൊണ്ട് തടവിയാൽ ഇത് ചുളുങ്ങി പോരും. അപ്പോൾ അതിലും നല്ലത് ഒരു ബ്രഷ് കൊണ്ട് എണ്ണ തടവി കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരരികിൽ നിന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇത് കറക്റ്റ് ലെവലിൽ വന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരുന്നാലും കുഴപ്പമില്ല. നമ്മളത് റോൾ ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് റോൾ ചെയ്താൽ മതിയാകും. പിന്നെ ഇതുപോലെ റൗണ്ടിൽ വരണമെന്നില്ല. കുറച്ചൊക്കെ ഷേപ്പ് ലെസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഒന്നും ആകാതിരുന്നാൽ മതി. എന്നിട്ട് ഇത് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതൊന്ന് വലിച്ച് കുറച്ച് നീട്ടിയെടുക്കുക. കാരണം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് റോൾ ചെയ്യണം, അതായത് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ചുരുട്ടിയെടുക്കാനായിട്ട് 2-3 ലെയർ വേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ തടവിയിട്ട് ഇതൊന്ന് നീട്ടി എടുക്കുക. കുറച്ച് പതുക്കെ പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് വേണം ഇത് നീട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം ഇതൊന്ന് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക, ചുരുട്ടിയെടുക്കുക. ഇതിങ്ങനെ ചുരുട്ടിയതിന് ശേഷം അവസാനം വരുന്ന അറ്റം അതിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നന്നായിട്ട് ഓയിൽ തടവി വയ്ക്കാം. ഓയിൽ നന്നായിട്ട് തടവി അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഓയിൽ ഇറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എണ്ണ തടവുന്നത്. നമ്മൾക്ക് എത്ര നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഇത് പരത്തി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കാം. നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 എണ്ണം ആ 2 കപ്പ് പൊടി കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ 6 പൊറോട്ടയും ഇവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പരത്തുന്നതിന് മുന്നേ നമ്മൾ ചുട്ടെടുക്കാനുള്ള പാൻ ചൂടാക്കി എണ്ണ തടവി വയ്ക്കണം. അതിനുശേഷം ഓരോ പൊറോട്ട മാവ് എടുത്തിട്ട് വളരെ സോഫ്റ്റായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കൂടുതൽ പ്രസ് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലാക്കിയെടുക്കുക. കൂടുതൽ വലിപ്പത്തിലാക്കരുത്, അപ്പോൾ അതിൻ്റെ ലെയറൊക്കെ പോവും. പ്രസ് ചെയ്താൽ കൂടുതൽ പ്രസ് ചെയ്യും തോറും അതിൻ്റെ ലെയറൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ടും പരത്തിയിടാം കേട്ടോ. കൈകൊണ്ട് പരത്തിയിടാൻ ചിലർക്കത് നല്ലൊരു വശമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ, മീഡിയം വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയാൽ ഉടനെ തന്നെ ചുട്ടെടുത്തോളണം. ഞാൻ അടുത്ത അടുപ്പിൽ തന്നെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ആദ്യമേ തന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ പരത്തിയത്. ഇപ്പോൾ പരത്തിയ ഒരു പൊറോട്ട ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക, എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ ചൂടാനായിട്ട്. എന്നിട്ട് വേഗം മറിച്ചിട്ട് നല്ല പൊറോട്ടയുടെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ 6 പൊറോട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. പൊറോട്ട കണ്ടാൽ തന്നെ അറിയാം, വളരെ സൂപ്പർ പൊറോട്ടയാണ്. ഹോട്ടലിൽ ചെന്നാൽ കുട്ടികൾ മുതൽ ആവശ്യപ്പെടുന്നത് പൊറോട്ടയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.